السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. നാം റമദാനിൻ്റെ 10ാം നോമ്പിലാണ് എന്നുള്ളത്. ആദ്യത്തെ 10 നമ്മിൽ നിന്നും കഴിഞ്ഞു പോവുകയാണ്. വളരെ പെട്ടെന്ന് പുണ്യത്തിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഇനി ഒരു റമദാൻ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം കഴിഞ്ഞ റമദാനിൽ നാം കണ്ട പലരും, ആ മുഖങ്ങളൊന്നും ഈ റമദാനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ഓരോ റമദാനിനെയും അവർ വരവേറ്റിരുന്നത് കുന്നാ നസ്തഖ്ബിലു ഇസ്തിഖ്ബാലൽ മുവദ്ദിഈൻ, ഞങ്ങൾ റമദാനിനെ വരവേറ്റിരുന്നത് ആ റമദാനോട് കൂടി ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകും, ഈ റമദാനിൽ ഞങ്ങൾ വിട പറയേണ്ടി വരും എന്ന രീതിയിലായിരുന്നു അവർ റമദാൻ മാസത്തെ വരവേറ്റിരുന്നത്. അപ്പോൾ ഈ ഒരു റമദാൻ കൊണ്ട് നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംഭവം, റമദാൻ മാസം എത്തുകയും എന്നിട്ട് ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ, അങ്ങനെ പൊറുക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയിൽ അവനിൽ നിന്നും റമദാൻ കഴിഞ്ഞു പോയാൽ ആ മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. അപ്പോൾ നമുക്കിനി വരാനുള്ള റമദാനിന്റെ ദിവസങ്ങൾ പാപമോചനത്തിന്റെ, അതുപോലെ തന്നെ നരകത്തിൽ നിന്നും പടച്ച തമ്പുരാൻ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയിൽ ഒരു നിമിഷം പോലും കളയാതെ, അനാവശ്യ വർത്തമാനങ്ങൾ നമ്മൾ അതിലേക്ക് പോകാതെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും, അതുപോലെ ഇസ്തിഗ്ഫാറുകൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാറിനെ തേടുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. നമ്മുടെ ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാനാണ് എന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ വരവേൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയെല്ലാം എല്ലാവരും മനസ്സിലാക്കിയതാണ്. അത് എങ്കിൽ കൂടി ഒന്നുകൂടി ഉണർത്തുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉണർത്തിയാൽ അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നുള്ളത് ഖുർആൻ നമ്മെ മനസ്സിലാക്കി തരുന്നതാണ്. ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും ഉത്ബോധനം കൊണ്ട് വിശ്വാസികളെ ഇങ്ങനെ അടിക്കടി ഓർമ്മപ്പെടുത്തുക. ഈ റമദാനിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് നോമ്പ് പിടിക്കാൻ നമ്മളോട് പറഞ്ഞത് എന്നെല്ലാം നമ്മൾ പലകുറി കേട്ടതാണ്. എങ്കിൽ കൂടി നമ്മൾ ഒന്നുകൂടി അത് ഓർക്കുവാൻ വേണ്ടി ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്തുന്നു. റമദാനിൽ നോമ്പ് പിടിക്കാൻ പറഞ്ഞതിന്റെ കാരണം അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നുള്ളതാണ്. ആ നന്ദി ചെയ്യാൻ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട്, ഹിദായത്തിന്റെ ഗ്രന്ഥമായിട്ട്, നമുക്ക് സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമായിട്ട്, ഹുദ വിവരിച്ചു തരുന്ന ഗ്രന്ഥമായിട്ട് പരിചയപ്പെടുന്ന ഖുർആൻ ഇറങ്ങിയ മാസം എന്ന രീതിയിലാണ് ഖുർആൻ നമ്മളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, തീർച്ചയായിട്ടും ഈ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ, അതുപോലെ
ജനങ്ങൾക്കാകമാനം ഹുദയായിട്ട്, അതുപോലെ ജനങ്ങൾ ഹുദയിൽ നിന്ന വിശദീകരണങ്ങളുമായിട്ട്, ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദായ വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വിവേചിച്ച് തിരിച്ചറിയുവാനുള്ള ഗ്രന്ഥമായിട്ട് ഖുർആനിനെ ഇറക്കിയത് ഈ മാസത്തിലാണ്. അതുകൊണ്ട് ഫമൻ ഷഹിദ ഫീഹിം ഫമൻ ഷഹിദ, ആരെങ്കിലും ഈ മാസത്തിൽ സന്നിഹിതരായാൽ ഫൽയസുംഹു, അവൻ നോമ്പ് പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഈ റമദാൻ മാസത്തിന്റെ പ്രത്യേകത നമ്മളോട് വിളിച്ചോതുകയാണ്. അപ്പോൾ ഖുർആനിന്റെ മാസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ താല്പര്യത്തോടു കൂടി ഖുർആൻ പഠിക്കുകയും ഓതുകയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതിപ്പഠിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖുർആൻ വീണ്ടും വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുക്കുകയും ചെയ്ത മാസമാണ് റമദാൻ മാസം. അപ്പോൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അത് റമദാനിൽ കൂടുതലായിട്ട് ഖുർആനിലേക്ക് നമ്മൾ ഖുർആനിലേക്ക് തിരിയേണ്ട മാസമാണിത്. ഈ റമദാൻ മാസത്തിലെങ്കിലും നമ്മൾ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ മറ്റേത് മാസമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ഒന്ന് ഓർത്തു നോക്കിയേ. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള നമുക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. റൂട്ട് മാപ്പാണ്. നമ്മുടെ വിജയത്തിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ റൂട്ട് മാപ്പായിട്ടാണ് ഖുർആൻ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത്. നമ്മോട് അള്ളാഹു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമായിട്ട് അള്ളാഹു നമ്മെ സൃഷ്ടിക്കുകയും ലലാലത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, യഥാർത്ഥ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, പടച്ച തമ്പുരാനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നരകത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട്, സ്വർഗത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട്, അതിലൂടെ മനുഷ്യൻ തന്റെ ജീവിതത്തിന് ശേഷം, നൈമിഷികമായ ജീവിതത്തിന് ശേഷം വരാനുള്ളൊരു ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് ഖുർആൻ മനുഷ്യ രാശിക്ക് നേർമാർഗം കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അല്ലാഹു തആല ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് പഠിക്കാൻ തയ്യാറാവുക. നമ്മൾ ഖുർആനുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ മുസ്ലിങ്ങളാണ്, അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളാണ്. പക്ഷെ ഖുർആനുമായിട്ട് നമ്മൾക്ക് എന്ത് ബന്ധമാണുള്ളത്? മുസ്ലിം ലോകത്തിന് ആകെ ബന്ധമുള്ളത് ഖുർആൻ. അത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചൊരു യാസീൻ ഓതുക, അതാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്കൊരു ചിന്ത തന്നെയില്ല. പക്ഷെ ഖുർആൻ ഓതുവാൻ മാത്രമുള്ളതല്ല, ഓതിയാൽ പുണ്യമുണ്ട്. അത് ഖുർആനിന്റെ ആ ഗാംഭീര്യം, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഖുർആൻ ഓതിയാൽ പുണ്യമുണ്ട്, അത് കേട്ടാലും പുണ്യമുണ്ട്. അതിൽ നിന്നും ഓരോ ഹർഫിനും ഓരോ പുണ്യങ്ങളുണ്ട്. ആ ഓരോ പുണ്യത്തിനും 10 പുണ്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തും. ഒരു ഹർഫ് ഓതിയാൽ 10 പുണ്യം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥം എത്ര മഹത്തരമുള്ള ഗ്രന്ഥമാണത്. ഓരോ വാക്കിനും ഓരോ ഹർഫിനും പുണ്യമുണ്ട്. അള്ളാഹു നമ്മളോട് നേർക്കുനേരെ സംസാരിക്കുകയാണ്. പടച്ച തമ്പുരാൻ ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പടച്ച തമ്പുരാൻ നമ്മളോട് സംസാരിക്കുകയാണ്. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബികും, ഇതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശം, സാരോപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, അതെന്താണ്? ജനങ്ങളുടെ മനസ്സിൽ, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്ക്, രോഗങ്ങൾക്ക് അതിന് ശിഫയായിട്ട് ഇതാ നിങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള മൗഇലത്ത് വന്നിരിക്കുന്നു, ഖുർആൻ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വഹുദം വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് ഹുദയുമാണ്, റഹ്മത്തുമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇങ്ങനെ ഹുദയായ സന്മാർഗത്തിന്റെ ഗ്രന്ഥമായ, അതുപോലെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യമായ, അതുപോലെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ശിഫയായിട്ട്, ഒരു സമാശ്വാസമായിട്ട് ഈ ഇറക്കപ്പെട്ട ഗ്രന്ഥത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം?
ഖുർആൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, നമ്മളോടാണ് ചോദിക്കുന്നത്. ഖുർആൻ ഓരോരോ ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? അഫലാ തദബ്ബറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലയോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഉറ്റാലോചിക്കുക? ഖുർആനിനെ കുറിച്ച് എന്തറിയാം? നാളെ പരലോകത്ത് വെച്ച് 5 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും മാറിപ്പോകാൻ പറ്റുകയില്ല. അവന്റെ കാലുകൾ ഇളക്കാൻ പറ്റുകയില്ല ഒരു മനുഷ്യനും. എല്ലാവരും അതിന് ഉത്തരം പറയണം. അതിലൊരു കാര്യം, എന്ത് നേടി, എന്തറിവാണ് നേടിയത്, ആ അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു. നമുക്ക് രണ്ടിനും ഉത്തരം പറയാൻ പറ്റുമോ? ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ഞാൻ എത്ര പഠിച്ചു, എത്ര മനസ്സിലാക്കി. എന്റെ ഈ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി, ഒരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി 70 80 വർഷം ജീവിക്കുക. അതിൽ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു തീർക്കുന്നത് 40 അല്ലെങ്കിൽ 10 20 വർഷമാണ്. ആ 20 വർഷത്തിന് വേണ്ടി അല്ലെങ്കിൽ 70 വർഷത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ എത്രയേറെയാണ് ഈ ദുനിയാവിന്റെ കാര്യത്തിൽ അവൻ ഓരോ ദുനിയാവിന്റെ ഓരോ വിഷയങ്ങളിൽ അവൻ എത്രയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാളെ പരലോകത്ത് നരകമുണ്ട്, സ്വർഗമുണ്ട്, അവിടെ നഷ്ടക്കാരുണ്ട്, അവിടെ രക്ഷപ്പെട്ടവരുണ്ട്. നഷ്ടക്കാരായ മനുഷ്യരെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ ഓതി തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രക്ഷപ്പെട്ടവരെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാരാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ചാൻസ്, അതാരാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരവസരം പോലും നമ്മൾ ഖുർആനിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഖുർആനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ ഖുർആൻ പലപ്പോഴും ഈ റമദാൻ മാസമാകുമ്പോൾ 1 2 പ്രാവശ്യം 2 ഖത്തം തീർത്ത് ഒഴിവാക്കുക എന്നല്ലാതെ നമ്മളോട് ചോദിച്ച രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലുമില്ല, അല്ലേ? എന്നാൽ ഖുർആൻ എന്താ പറഞ്ഞ? ദാലിക്കൽ കിതാബ്, ഇതാണ് ഗ്രന്ഥം, ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ് നമുക്കുള്ള, അല്ലെ? നമ്മൾ മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ് ഈ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത്. മുത്തഖിയാവാനാണ്, തഖ്വ നേടാൻ വേണ്ടിയിട്ടാണ്. മുത്തഖിയായി ജീവിച്ചുകൊണ്ട് അവസാനം അല്ലാഹുവിലേക്ക് മുത്തഖിയായിട്ട് മടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. ആ ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള ഹുദയായിട്ട് ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥം നമ്മൾ എത്ര വായിച്ചിട്ടുണ്ട്, എത്ര പഠിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് എത്ര ചിന്തിച്ചിട്ടുണ്ട്? ആകാശ ലോകങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, പർവ്വതങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, പടച്ചതമ്പുരാനെ കുറിച്ച് പറയുന്നു. പടച്ചതമ്പുരാൻ ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തെളിവായിട്ട് ഒത്തിരി ആയത്തുകളും ഈ ലോകത്തെ പ്രപഞ്ചത്തെ കുറിച്ചുമെല്ലാം, സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച്, ഈ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും ഖുർആൻ സംസാരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഈ ഖുർആൻ പഠിച്ചാലല്ലേ ചിന്തിക്കാൻ പറ്റൂ? ഈ ഖുർആൻ പഠിക്കാതെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും, അല്ലേ? നല്ലവരായ മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് പറയുന്നത് അവർ ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും അതുപോലെ തന്നെ കിടന്നുകൊണ്ടുമെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കും. അവർ ബുദ്ധിമാന്മാരാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. എന്നിട്ട് അവർ പറയും, ഇതൊന്നും ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. നമ്മൾ ആകാശത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഭൂമിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നാമാണോ അതിനെ കൃഷി ചെയ്ത് മുളപ്പിക്കുന്നത്? നാമാണോ അതല്ല നിങ്ങളാണോ? ലൗ നശാഉ ലാ ജഅൽനാഹു ഖുതാമൻ, അത് നാം വിചാരിച്ചിരുന്നെങ്കിൽ, അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അത് വെറുതെ ഇങ്ങനെ ഉണങ്ങി ഒന്നുമല്ലാത്തൊരവസ്ഥയിലായി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. ഖുർആൻ ചോദിക്കുന്നതാണ് ഒത്തിരി ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ദൈനംദിനം നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷത്തെ കുറിച്ചും പടച്ച തമ്പുരാൻ ചോദിച്ചിട്ട്, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളൊരു ബീജഗണമായിരുന്ന ഒരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ നാമാണോ സൃഷ്ടിച്ചത് അതോ നിങ്ങളാണോ സൃഷ്ടിച്ചത്?
അള്ളാഹുവിന്റെ ചോദ്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. റബ്ബിന്റെ ഒരു ചോദ്യമാണ്, നമ്മളോടാണ്. നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതല്ല അം അഖ്ഫാലുഹാ അം ഖുലൂബുഹും അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഈ ഖുർആൻ ഒന്ന് പഠിച്ചാലല്ലേ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ വിജയത്തിന്റെ ഗ്രന്ഥമാണ്. നമ്മുടെ സ്വർഗത്തിലേക്ക് അല്ലെ എല്ലാവരും മരിച്ചു പോകും. കഴിഞ്ഞു പോയവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, തീർച്ചയായിട്ടും എല്ലാ ശരീരങ്ങളും, എല്ലാ നഫ്സും, എല്ലാ ആത്മാവും ആ മരണം രുചിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അവസാനം ആ മരണത്തിന് ശേഷം കഴിഞ്ഞു പോകുന്നതല്ല ജീവിതം, ഇനി വരാനിരിക്കുന്നതാണ് ജീവിതം. എന്നിട്ടോ ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഈ ലോകത്ത് വെച്ച് പരീക്ഷണമായിട്ട് നിങ്ങൾക്ക് നൽകിയൊരു ജീവിതം, ആ ജീവിതത്തിൽ വെച്ച് നിങ്ങൾ നല്ലവരായെങ്കിൽ ആ നല്ലവർക്കുള്ള, ഇനി ചീത്തതായിട്ട് മോശമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ദിവസം യൗമുൽ ഖിയാമത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടും. ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അവിടെയാണ് വിഷയം, അവിടെയാണ്. അവിടെ ആരെങ്കിലും നരകത്തിൽ നിന്നും ആരെങ്കിലും വിദൂരത്തായോ, അങ്ങനെ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അപ്പോൾ മരിക്കും അല്ലെ, അതിലെ ആർക്കും സംശയമില്ല. നമ്മൾ കഴിഞ്ഞു പോയ എല്ലാവരും മരിച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ച, എല്ലാ സംവിധാനങ്ങളും സൈന്യങ്ങളുമുള്ള വലിയ വലിയ ഭരണാധികാരികളും ഞാനാണ് റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഉണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ഫിർഔനും അതുപോലെ തന്നെ ഖാറൂനും ഹാമാനും എല്ലാവരും ധിക്കാരികളെല്ലാം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തെ രുചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും രുചിക്കും. അതെപ്പോഴാണെന്നറിയില്ല, എപ്പോൾ വേണമെങ്കിലും. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏതൊരു സമയത്താണ് നമ്മുടെ മരണം നമ്മിലേക്ക് കടന്നു വരിക എന്നറിയില്ല. ഈ നോമ്പ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണമെന്നില്ല, ഈ നോമ്പ് നമുക്ക് തുറക്കാൻ കഴിയണമെന്നില്ല. കടന്നു വന്നേക്കാം മരണം. ആ മരണം കടന്നു വരുന്ന സമയത്ത്, നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആരായിരിക്കണം? ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യത നേടിയവരായിരിക്കണം. അതിനുള്ളതാണ് ഈ ഗ്രന്ഥം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ഹയാത്തുദ് ദുനിയയുണ്ടല്ലോ, ഇഹലോക ജീവിതമുണ്ടല്ലോ, നമ്മളെല്ലാ സംവിധാനങ്ങളും, നമ്മുടെ വാഹനങ്ങളും, നമ്മുടെ മൊബൈലുകളും, നമ്മുടെ സംവിധാനങ്ങളും, മക്കളും കുടുംബവും എല്ലാം തന്നെ അതെല്ലാം വഞ്ചിക്കപ്പെട്ടു കളയും, നമ്മളെ വഞ്ചിച്ചു കളയും. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായിട്ടും ഇഹലോക വിഭവം അത് നമ്മളെ വഞ്ചിക്കുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മിൽ നിന്ന് പോകും. ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോയിട്ടില്ല അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മുടെ പലരെയും മരണ ആസന്നമായി കിടക്കുമ്പോൾ പലരുടെയും മരണം നേരിട്ട് കണ്ടവരാണ്. നമ്മൾ പലരെയും യാത്രയച്ചവരാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും വില കുറഞ്ഞ മൂന്നേ മൂന്ന് കഷ്ണം തുണി മാത്രം അവർക്ക് ചുറ്റിപ്പൊതിഞ്ഞ് കൊടുത്തുവിട്ട് അവസാനം നമ്മയെല്ലാം പച്ച മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവരും, ഉമ്മയും ബാപ്പയും എല്ലാവരും അതിലേക്ക് മണ്ണ് വലിച്ചെറിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ ഖബറിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകേണ്ടത് നമ്മുടെ ഖുർആനാണ്, നമുക്ക് ഇമാമാണ് അല്ലെ. നാളെ പരലോകത്ത് വെച്ച് നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ തൂക്കി നോക്കുന്നത് ഖുർആൻ വെച്ചിട്ടാണ്. മീസാനാണ് ഖുർആൻ അല്ലെ. ഖുർആനെ കുറിച്ച് ഖുർആൻ പറയുന്നത് മീസാനാണ്. നമ്മുടെ കർമ്മങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ഖുർആനിനനുസരിച്ച്, നമ്മുടെ വിശ്വാസങ്ങൾ ഖുർആനിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഖുർആനും പ്രവാചക ചര്യകളും അല്ലെ. അള്ളാഹു ചോദിക്കും, ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരനെയും ആ മുന്നറിയിപ്പുകാരൻ ഒരു ഗ്രന്ഥവും കൊണ്ടുവന്നില്ലേ? ആ ഗ്രന്ഥത്തിനനുസരിച്ച് ആ മുന്നറിയിപ്പുകാരന്റെ
മുന്നറിയിപ്പുകാരന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച്, വാക്കുകൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയാൻ പോലും അല്ലെ എനിക്കൊന്നും അറിയില്ല ലാതിരി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ തരംതാണ് പോകരുത്. ഖുർആൻ പഠിക്കണം, ഇനിയുമുണ്ട് സമയം അല്ലെ. നമ്മൾ 40-ഉം 50-ഉം വയസ്സ് കഴിഞ്ഞാലും ഇഹലോക ജീവിതത്തിനു വേണ്ടി എത്രയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയേറെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കുറച്ചു സമയമെങ്കിലും അത് പോരാ. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ തെറ്റുകാരനാവും. 1 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ തെറ്റുകാരനാകും. എങ്കിലും ഞാൻ പറയുകയാണ്, 1 മണിക്കൂറെങ്കിലും ഖുർആൻ ഒന്ന് പഠിച്ചിട്ടാനൊന്ന് ചിന്തിക്കാനൊന്ന് നമ്മുടെ സമയമൊന്ന് മാറ്റിവെച്ചുകൂടെ അല്ലെ? മറ്റുള്ള സമയം 24 മണിക്കൂറിൽ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാനും ബാക്കി 1/4 മണിക്കൂർ ഫർള് നമസ്കരിക്കാനും ബാക്കിയുള്ള സമയം അള്ളാഹു നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകിയതായിട്ട് നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഇഹലോക ജീവിതത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചോ? ശരിക്കും അങ്ങനെ മാറ്റിവെക്കാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതം ശാശ്വത ജീവിതം പരലോകത്താണ്. അങ്ങോട്ടേക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇഹലോക അഫലായെത്തേണ്ടത്. പക്ഷെ ഞാൻ പറയുകയാണ്, എങ്കിലും 1 മണിക്കൂറെങ്കിലും ഈ ഖുർആൻ ഒന്ന് പഠിച്ചിട്ട് അഫലായത്തദബ്ബറൂനൽ ഖുർആൻ, പടച്ചോൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് പറ്റണ്ടേ? പടച്ചോനെ ഞാൻ പഠിച്ചു, എന്നിട്ട് ഞാൻ ചിന്തിച്ചു, എനിക്ക് നിന്നെ മനസ്സിലായി, എനിക്ക് ആത്മാർത്ഥമായിട്ട് നിന്നിലേക്ക് മടങ്ങാൻ സാധിച്ചു, നിന്നെ കുറിച്ച് അറിയാൻ എനിക്ക് സാധിച്ചു, ആ റബ്ബിന്റെ മഹത്വത്തെ കുറിച്ച് അറിയാൻ സാധിച്ചു, ആ റബ്ബിന്റെ സ്നേഹത്തെ കുറിച്ച് എനിക്കറിയാൻ പറ്റി, അതുപോലെ തന്നെ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് എനിക്കറിയാൻ പറ്റി, അതുപോലെ റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് എനിക്കറിയാൻ പറ്റി. അതെല്ലാം അറിഞ്ഞു റബ്ബേ, ഞാൻ മനസ്സിലാക്കി എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ? പറ്റുമോ? ഒന്ന് ആലോചിച്ചു നോക്കുക. ഖുർആൻ പഠിച്ചിട്ട് ഞാനിങ്ങനെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഓരോരുത്തരും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വന്തം വിചാരണ ചെയ്യണം. എന്തിനു മുമ്പ്? വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് എത്തപ്പെടും എല്ലാവരും അവിടെ എത്തപ്പെടും അല്ലെ? എല്ലാവരും അങ്ങോട്ട് പോകും. അങ്ങനെ എത്ര ഇങ്ങനെ മരണത്തിൽ നിന്ന് ഓടിയാലും അവിടെ എത്തപ്പെടുക തന്നെ ചെയ്യും. പടച്ച തമ്പുരാന്റെ മുന്നിൽ എത്തപ്പെട്ട് അവിടെ വെച്ച് കണക്ക് ബോധിപ്പിച്ചിട്ടേ മാറിപ്പോകാൻ പറ്റുകയുള്ളൂ. ആ കണക്ക് ബോധിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം ഒരു കണക്കെടുപ്പ്. ഞാൻ എന്താണ് ഖുർആൻ പഠിച്ചത്? ഈ ഹുദയായ, ഈ സന്മാർഗത്തിന്റെ ഗ്രന്ഥമായ, എന്റെ വിജയത്തിന്റെ ഗ്രന്ഥമായ ഈ ഖുർആനിനോട് ഞാൻ എത്ര നീതി പുലർത്തിയിട്ടുണ്ട്, ഖുർആനിനോട് നമ്മൾ എത്ര നീതി പുലർത്തിയിട്ടുണ്ട് എന്നെല്ലാം ഒന്ന് ആലോചിക്കണം, ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ മാറണം. നമ്മൾ ഈ റമദാൻ മാസത്തോടുകൂടി ഇത് ഖുർആനിന്റെ മാസമാണ്. ഈ ഖുർആൻ ഒന്ന് ആലോചിച്ചു, ഖുർആന്റെ ആ മഹത്വം, ആ ഗൗരവം അള്ളാഹു വിളിച്ചോതുകയാണ്. ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു പറയുകയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു പറയുകയാണ്, ഖുർആൻ എന്താണ്? ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ആ പർവ്വതം പടച്ച തമ്പുരാനെ ഭയപ്പെട്ടുകൊണ്ട് പൊട്ടിച്ചിതറുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ അല്ലെ ഖുർആൻ പ്രയോഗിച്ചതുപോലെ എന്താ? കൽ ഹിജാറ, കല്ലുകളെ പോലെയാണ്. അവിടെ ഹൃദയങ്ങൾ കല്ലുകളെ പോലെയാണ്. ഔ അശുദ്ധ്, അല്ല അതിനേക്കാൾ കടുപ്പമാണ്. ഒന്നും ഇറങ്ങിച്ചെല്ലില്ല, ഖുർആൻ പഠിക്കില്ല, ആ ഖുർആൻ ഒന്ന് മനസ്സിലേക്ക് ഇറക്കുകയില്ല, കൽബിലേക്ക് ഇറക്കി മാറ്റമുണ്ടാക്കുകയില്ല. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അടച്ചു വെച്ചേക്കുവാണ്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കൂല. അള്ളാഹുവിന്റെ ഖുർആൻ എടുക്കണം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചൊന്നും വിശദമായിട്ടൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ചില സൂചനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതെല്ലാം വിശദീകരിച്ചിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ജീവികളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് റബ്ബിലേക്ക് മടങ്ങണം. റബ്ബേ, ഇങ്ങനൊരവസ്ഥ. ഇനി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഈ ജീവിതം നൽകിയിരിക്കുന്നത് നമുക്കൊരു പരീക്ഷണമായിട്ടാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ നല്ലവരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണ ഘട്ടം എപ്പോൾ വേണമെങ്കിലും കഴിഞ്ഞു പോകാം. ആ പരീക്ഷണ ഘട്ടത്തിൽ നമുക്കുള്ള മാർഗരേഖ ഈ ഖുർആനാണ്. അതിന്റെ വിശദീകരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുമാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ മുസ്ലിങ്ങളാണ്.
നമുക്ക് മാർഗരേഖ നൽകേണ്ടത് ഖുർആനാണ്. നമ്മുടെ ഇമാം ഖുർആനാണ്. മുന്നിലൂടെ എങ്ങനെ പോകണം? ഖുർആൻ നമ്മുടെ മുന്നിലൂടെ പോകണം. എന്നിട്ടോ നമ്മൾ ആരായിരിക്കണം? ആ ഖുർആനിന്റെ പതിപ്പുകളായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടവരായിരിക്കണം. അല്ലെ അങ്ങനെ പറഞ്ഞത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. എന്താ ഖുർആൻ പറഞ്ഞത് നമ്മളെ കുറിച്ച്? കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. ഈ ഖുർആനിന്റെ ആളുകളെ ഏറ്റവും ഉത്തമ സമുദായമാണ്. അവർക്ക് എന്താ പ്രത്യേകത? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്തമ സമുദായമാണ് നമ്മൾ. എന്താ അവർക്ക് പ്രത്യേകത? തഅമുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം, തൗഹീദ് പറയണം, ശിർക്കിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് പറയണം. അതുപോലെ തന്നെ തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്ന, അതായത് ഖുർആനിന്റെ പതിപ്പുകളായിട്ട് നടക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാനല്ല, നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഓരോരുത്തരും ഖുർആനിന്റെ പതിപ്പുകളായിട്ട് ജനങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ വെളിച്ചമായിട്ട് നടക്കണം. ഖുർആൻ അങ്ങനെ പറഞ്ഞ, നിങ്ങൾ വെളിച്ചമായിരിക്കണം, മുന്നേ പോകുന്ന വെളിച്ചങ്ങളായിരിക്കണം നമ്മൾ. കഴിയണം. നമ്മൾ ഖുർആനിന്റെ പതിപ്പാകണമെങ്കിൽ ഖുർആൻ നമ്മൾ പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, കുടുംബങ്ങളെ ഉണർത്തണം. നീയും നിന്റെ കുടുംബത്തെയും നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, സൂക്ഷിക്കണേ. നരകം കത്തിയെരിയുന്നതാണ്. നരകത്തിൽ കത്തിയെരിയുന്നത് അവിടുത്തെ വിറകുകളായിരിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യരും കല്ലുകളുമാണ്. അവിടെ അള്ളാഹുവിനെ ധിക്കരിച്ച മനുഷ്യരെയും കല്ലുകളെയുമാണ് അവിടെ വെച്ച്, അല്ലെ? നാളെ പരലോകത്ത് വെച്ച് ഈ ഖുർആനൊന്നും പഠിക്കാതെ പോയിട്ട് നാളെ എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ത്? നമുക്ക് നാളെ പരലോകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഹൗദുൽ കൗസറൊക്കെ കുടിച്ച് സുഖമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന ചിന്തയിലാണ്. അള്ളാഹു നമ്മെ ആ രീതിയിലുള്ള ആളുകളാക്കി തീർക്കുമാറാകട്ടെ. ആരും നിരാശപ്പെടുത്തുന്നതല്ല, പക്ഷെ നമ്മളൊന്ന് നമ്മിലേക്ക് ചിന്തിക്കണം. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പടച്ച റബ്ബന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു പരാതി പറയുന്നുണ്ട്. ഇത്തഖദു ഹാദൽ ഖുർആന ഹിജ്റം, ഈ ഖുർആനെ എന്റെ സമൂഹം അഖണ്ഡകോടിയിൽ തള്ളിക്കളഞ്ഞു, വലിച്ചെറിഞ്ഞിട്ടു. അല്ലെ? ശരിക്കും പറഞ്ഞ സത്യമാണത്. നമ്മുടെ ഏതെങ്കിലും വീട്ടിലെ അലമാരിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന മുസ്ഹഫ് എന്നതിന്റെ അപ്പുറത്തേക്ക് ഈ ഖുർആനുമായിട്ട് നമുക്ക് എന്ത് ബന്ധമാണുള്ളത്? നമ്മുടെ ജീവിത മാർഗരേഖയാണിത്. നമ്മൾ ചിരിക്കേണ്ടത്, നമ്മൾ കളിക്കേണ്ടത്, നമ്മൾ നടക്കേണ്ടത്, നമ്മൾ തിന്നേണ്ടത്, കുടിക്കേണ്ടത് എന്ന് വേണ്ട. ജീവിതത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ അവന്റെ ജീവിതം അവസാനിക്കുന്നത് വരെ, അന്ന് രാത്രി അവസാനിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന്റെ മരണം വരെ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗരേഖയാണ് ഖുർആൻ. അതിന്റെ വിശദീകരണമാണ് പ്രവാചകന്റെ ഹദീസുകൾ. ഇത് രണ്ടും പഠിക്കണം. അല്ലേ? നാളെ പരലോകത്ത് വെച്ച് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ അവിടെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവിടെ വെച്ചിട്ട്, അല്ലേ, തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽകിയ ഫീഹാ ഫൗജുൻ സഅലഹും ഹസനതുഹാ അലം യഅതികും നദീർ. ഇങ്ങനെ നരകം ഇങ്ങനെ കത്തി ആളുകയാണ്. തകാദു തമയ്യസു മിനൽ ഗൈദ്, അതിന്റെ കോപം കാരണം അതിങ്ങനെ പൊട്ടിപ്പിളരുമാരിങ്ങനെ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫൗൽകിയ ഫീഹാ ഫൗജുൻ, അവിടെ ഇങ്ങനെ ഓരോരോ സമൂഹങ്ങളെ വലിച്ചെറിയുമ്പോൾ സഅലഹും ഹസനതുഹാ, അതിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങളിലേക്കൊരു പ്രവാചകൻ വന്നില്ലയോ? ഒരു പ്രവാചകൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതിത്തുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും, ഇങ്ങനെയൊക്കെ വന്നു ബലാ, പക്ഷേ അങ്ങനെ വന്നെങ്കിലും ഞങ്ങൾ എന്ത് വിചാരിച്ചു, അതൊക്കെ വെറും പോയത്തരമാണ്, അങ്ങനെയൊന്നും അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ട് അവസാനം അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഖേദത്തിന്റെ വർത്തമാനം. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير لو كنا نسمع أو نعقل. ഈ ഖുർആൻ ഒന്ന് കേട്ടിരുന്നെങ്കിൽ,
ഈ ഗ്രന്ഥമൊന്ന് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, എന്നിട്ട് അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഈ കത്തി എരിയുന്ന ഈ ശാപത്തിന്റെ, ഈ കോപത്തിന്റെ, ഈ ശിക്ഷകളുടെ എല്ലാ രീതിയിലുമുള്ള ശിക്ഷകൾ ഒരുക്കി വെച്ച ഈ മോശപ്പെട്ട ഈ സങ്കേതത്തിന്റെ ആളുകൾ ആയിപ്പോകില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കുന്നൊരവസ്ഥയുണ്ട്. ഖുർആൻ വിവരിക്കുന്നുണ്ട്. അത് അവിടെ വെച്ച് ഖേദിക്കാൻ വേണ്ടിയിട്ടല്ല, ഖേദിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അല്ലേ, നമ്മൾ ഈ പോക്ക് പോയാൽ നമ്മളും അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരും. കാരണം നസ്മഉ നമ്മൾ കേൾക്കണം, നഅഖിലു ചിന്തിക്കണം. പറ്റണ്ടോ? നമ്മളും അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലായി തീരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ശരിക്ക് ചിന്തിക്കണം, പഠിക്കണം. ഇന്ന് തന്നെ, അല്ലെ, ഇപ്പൊ തന്നെ മാറണം കേട്ടോ. ഇനി നാളെ ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത ദിവസമാകട്ടെ, അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച ഇസ്ലാഹി സെന്ററിൽ ഖുർആൻ ക്ലാസ് ഉണ്ട്. അല്ല, ഇന്ന് പോയിട്ട് പഠിക്കണം. 10 ആയത്ത് പഠിക്കണം. 10 ആയത്ത് പഠിച്ചുകൊണ്ട് ഇന്ന് ഖുർആൻ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിട്ട് ഒരായത്ത് പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ഇന്ന് നമ്മൾ മരിച്ചു പോയാൽ, പടച്ചവനെ, എനിക്ക് കിട്ടിയ ക്ലാസ്സിൽ നിന്നും ഞാൻ തീരുമാനമെടുത്തിരുന്നു, ഞാൻ ഖുർആൻ പഠിക്കാൻ തീരുമാനമെടുത്തിരുന്നു. പടച്ചവന്റെ അടുത്ത് ഒരു കാരണം ബോധിപ്പിക്കാം. അല്ലെങ്കിൽ എന്ത് കാരണം ബോധിപ്പിക്കാനുള്ള? എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആയിത്തീരരുത്. നരകത്തിലേക്ക് ഇട്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ഖേദത്തിന്റെ സ്ഥലം ഇഹലോകമാണ്. പരലോകം ഖേദത്തിന്റെ സ്ഥലമല്ല. അവിടെ ശിക്ഷകൾ ഉറപ്പാക്കുന്ന, പ്രതിഫലങ്ങൾ ഉറപ്പാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഖേദത്തെ കുറിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ എങ്ങോട്ടാണ് വഴി നടത്തുന്നത്? ചിന്തിക്കണം സഹോദരന്മാരെ. യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ പാതയിലേക്കാണ്, ഏറ്റവും നേർക്കുനേരെയുള്ള പാതയിലേക്ക്. ഒന്ന് പഠിക്ക്, മനസ്സിലാക്ക്, ചിന്തിക്ക്. മാറ്റം വരും, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, തീർച്ചയാണ്. കാരണം സഹാബാക്കളെ മാറ്റിയത് ഈ ഖുർആനാണ്. അതുപോലെ ഒരു സമൂഹം ഈ ലോകത്തുണ്ടായിട്ടില്ല. അത്രയ്ക്കും മോശക്കാരായിരുന്നു. ആ മോശക്കാരായ സഹാബാക്കളെ മാറ്റിയ ഖുർആൻ നമ്മളെ മാറ്റും. നമ്മൾ പഠിക്കണം, ചിന്തിക്കണം, മാറണം. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം. അള്ളാഹുവിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തുമാപ്പാക്കി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ വന്നു പോകുന്ന ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് അവന്റെ യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിച്ച് മുഅ്മിനീങ്ങളായിട്ട് മരിക്കുവാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.